ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. അതിനുശേഷം വൊളാട്ടിലിറ്റിയും കണ്ടേക്കാം. ഏഷ്യയിൽ മറ്റ് മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജപ്പാൻ ഇന്ന് താഴെയാണ്, അതേസമയം ചൈനയിൽ നല്ല വൊളാട്ടിലിറ്റിയാണ്. എന്നിരുന്നാലും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇപ്പോൾ ചൈനീസ് മാർക്കറ്റുകൾ ട്രേഡ് ചെയ്യുന്നത്. ഹോങ്കോങ് മാർക്കറ്റ് അറൗണ്ട് 2% ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കൊറിയ താഴെയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ചൈനയും ജപ്പാൻ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും ഗ്ലോബലി വീക്കായിരുന്നു. എന്നിരുന്നാലും ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ GDP ഡാറ്റ അനൗൺസ്മെൻറ്റ് വന്നിരുന്നു. വെള്ളിയാഴ്ച 7.8% ആയിരുന്നു. ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം US അഡീഷണൽ താരിഫ് ഇമ്പോസ് ചെയ്തത് വിഡ്രോ ഇല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൾറെഡി മാർക്കറ്റിലുണ്ട്. അപ്പോൾ US അഡീഷണൽ താരിഫ് മെഷേഴ്സ് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഷോർട്ട് ടു മീഡിയം ടൈമിൽ ഒരു വൊളാട്ടിലിറ്റി ഉണ്ടാക്കാൻ പോകുന്നത്. അതേസമയം ചൈനീസ് മാർക്കറ്റുകൾ, ചൈനീസ് ടെക്നോളജി സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ മുന്നേറുകയാണ്. ഇന്ന് ചൈനയിലെ BYDയുടെ Q2 റിസൾട്ട് അനൗൺസ്മെൻറ്റ് വന്നിരുന്നു. ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്, ലോസ് കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ BYD ഇന്ന് അറൗണ്ട് 8% താഴെയാണ് ചൈനീസ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വൊളാട്ടിലിറ്റി ചൈനീസ് മാർക്കറ്റിലുണ്ട്. എന്നിരുന്നാലും ഓവറോൾ മറ്റ് ചിപ്പ് സ്റ്റോക്കുകളെല്ലാം തന്നെ ചൈനയിൽ ഇന്നും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഗോൾഡാണ് മുന്നേറിയിരുന്നത്. അതോടൊപ്പം തന്നെ സിൽവറും. ഇന്ന് മോർണിംഗിലും ഗോൾഡും സിൽവറും മുന്നേറുകയാണ്. സ്പോട്ട് സിൽവറിൻ്റെ മോർണിംഗിലത്തെ പ്രൈസ് $40.27 പെർ ഔൺസ് ആണ്. വളരെ നാളുകൾക്ക് ശേഷമാണ് വെള്ളിയാഴ്ച $40 ക്രോസ് ചെയ്തിരുന്നത്. ഇന്ന് വീണ്ടും മുന്നേറുകയാണ് സിൽവർ. അതോടൊപ്പം തന്നെ ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $3478 പെർ ഔൺസിനാണ്. $3499.9 ഓൾ ടൈം ഹൈ. അത് തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങൾ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് കമോഡിറ്റികൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 8312.66 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ അവർ വിറ്റിരുന്നു. പക്ഷേ നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ 11,487.64 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകളും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡൊമസ്റ്റിക് ഫണ്ടുകൾ തന്നെയാണ് നമ്മുടെ മാർക്കറ്റിൽ വളരെ വലിയ രീതിയിൽ അഗ്രസീവായിട്ട് ബൈയിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് താഴുമ്പോഴാണ് ഇത്തരത്തിലുള്ള ബൈയിങ് സാധാരണ രീതിയിൽ ഇൻവെസ്റ്റേഴ്സിനും ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ആവശ്യമായിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി തന്നെയാണ് ഡൊമസ്റ്റിക് ഫണ്ടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ആക്ഷൻസൊക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ലോസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും അഡീഷണൽ താരിഫിൻ്റെ ഒരു വൊളാട്ടിലിറ്റിയൊക്കെ മാർക്കറ്റിലുണ്ടായേക്കാം. പോസിറ്റീവ് ന്യൂസ് ലോസ് ഉള്ള കമ്പനികൾ അല്ലെങ്കിൽ പോസിറ്റീവ് ഓർഡർ ബാഗിങ് ന്യൂസുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ അഡാനി പവർ ഉണ്ട്, അതുപോലെ തന്നെ ടോറന്റ് പവർ ഉണ്ട്. ഒപ്പം FMCG റിലേറ്റഡ് ന്യൂസ് ലോസിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉള്ള സ്റ്റോക്കുകൾ ITC, മാരിക്കോ, ഡാബർ ഈ സ്റ്റോക്കുകളുണ്ട്. അതോടൊപ്പം തന്നെ അസ്ട്രാസെനക്ക പോസിറ്റീവ് ന്യൂസ് ലോസ് ഉണ്ട്. ഒപ്പം നമ്മൾ മറ്റ് ഓർഡർ ബാക്കിംഗ് ന്യൂസുകളൊക്കെ നോക്കുകയാണെങ്കിൽ HEG പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അതുപോലെ തന്നെ PG ഇലക്ട്രോ പ്ലാസ്റ്റ് 1000 കോടി രൂപയുടെ ഗ്രീൻഫീൽഡ് പ്രൊജക്റ്റ് മഹാരാഷ്ട്രയിൽ ആരംഭിക്കുകയാണ്. സൈഡസ് വെൽനസ് UK ബേസ്ഡ് കമ്പനീനെ അക്വയർ ചെയ്തിട്ടുണ്ട്. റൈറ്റ്സ് റെയിൽവേ റിലേറ്റഡ് കമ്പനിയാണ്. 25.3 കോടി രൂപയുടെ ഓർഡർ NTPCയിൽ നിന്ന് ബാഗ് ചെയ്തിട്ടുണ്ട്. റോൾ റിങ്സ് സ്പ്ലിറ്റും അതുപോലെ തന്നെ ബോണസ് അനൗൺസ് ചെയ്യാണ്. സെപ്റ്റംബർ 3 CMS ഇൻഫോ സിസ്റ്റം ATM മെഷീൻസ് ബാങ്കുകൾക്കും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനും കൊടുക്കുന്നൊരു കമ്പനിയാണ്. ടോട്ടൽ ATMകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ധാരാളം ATMs ഉണ്ട്. പക്ഷേ ഇന്ത്യ പോസ്റ്റിനും അതുപോലെ തന്നെ പല ബാങ്കുകൾക്കും സർവീസ് നടത്തിയിരുന്ന AGS ട്രാൻസാക്ട് ടെക്നോളജി കൊളാപ്സ് ചെയ്തിരുന്നു. ആ ATMs കൂടി CMS ഇൻഫോ സിസ്റ്റത്തിന് കിട്ടുകയാണ്. ഇന്ത്യ പോസ്റ്റിൻ്റെ 1000 ATMs ആണ് ഇമ്മീഡിയറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. CMS ഇൻഫോ സിസ്റ്റത്തിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. NCC 788.34 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓറിയന്റ് റെയിൽ 3.4 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. BEMൽ 80 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ധൻ ഇൻഫ്ര
EPC 1171.21 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സ് കഴിഞ്ഞ ആഴ്ചയിൽ ബൈ ചെയ്തിട്ടുള്ളത് പൈസാലോ ഡിജിറ്റൽ പ്രൊമോട്ടർ ബൈ ചെയ്തിട്ടുണ്ട്. ഒപ്പം നമ്മൾ ഇന്ത്യയുടെ US ഡോളർ റിസർവ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ US ട്രഷറിയിൽ ഇന്ത്യ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്തിരുന്ന എമൗണ്ട് നോക്കുകയാണെങ്കിൽ ജൂൺ 2025 നമ്മൾ US ട്രഷറിയിലുള്ള ഹോൾഡിങ്സ് കുറച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 241.9 ബില്യൺ US ആയിരുന്നു. ഈ വർഷം 227.4 ബില്യൺ US. നമ്മളോടൊപ്പം ചൈനയും കുറച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്രസീലും കുറച്ചിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് UK, ജപ്പാനൊക്കെ US ട്രഷറി ഹോൾഡിങ്സ് കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഫോറക്സ് റിസർവിൽ ഗോൾഡിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് US ഡോളർ കുറച്ച് ഗോൾഡിലേക്ക് RBI മാറിക്കൊണ്ടിരിക്കുന്നത്. ഓവറോൾ ടെൻഷൻ നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും US ചൊടിപ്പിക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ്. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് ഡൈവേഴ്സിഫിക്കേഷനാണ് പ്രാധാന്യം. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ലോങ് റണ്ണിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് തീർച്ചയായിട്ടും വൊളാറ്റിലിറ്റി കൂടാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങളിൽ നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഓഹരികൾ ഘട്ടമായിട്ട് വാങ്ങാനുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും. വേസ്റ്റ് കേസ് സിനാരിയോയിൽ ഇനി സെൽ ഓഫ് വരികയാണെങ്കിൽ നിഫ്റ്റി ഒരു പക്ഷേ 24,000 താഴാനുള്ള സാധ്യതകളുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലത്തെ FOMC ഡാറ്റ നോക്കുകയാണെങ്കിലും ഒരു ബെയറിഷ് വ്യൂ ആണ് അടുത്ത 1-2 ആഴ്ചകൾക്കുള്ളത്. അതേസമയം മന്ത് ടു മന്ത് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി പോസിറ്റീവ് വ്യൂ ആണ്. എന്നിരുന്നാലും ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും വൊളാറ്റിലിറ്റി തന്നെയാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസയുണ്ട്. ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.